ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1-ാം ക്ലാസ്സിലെ വേദപാഠം മുതൽ നമ്മൾ പലരുടെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമായിരിക്കാം, ആദവും ഹവ്വായും അവർ യഥാർത്ഥത്തിൽ വ്യക്തികളായിരുന്നോ അതോ പ്രതീകങ്ങളാണോ എന്ന്. ഉൽപ്പത്തി പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പുസ്തകമാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും മനുഷ്യന്റെ ഉൽപ്പത്തിയും വിവരിക്കുന്ന ഈ ഗ്രന്ഥം പരിശുദ്ധ റൂഹായാൽ പ്രചോദിതനായ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ സാഹിത്യവും അവരുടെ ചരിത്രവും ഒക്കെ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിനാൽ തന്നെ ഇതിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ചരിത്രാതീത ചരിത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഒരു ശാസ്ത്രമോ ചരിത്രമോ അവതരിപ്പിക്കുക എന്നതല്ല ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം, മറിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ മനുഷ്യന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ആദവും ഹവ്വായും അവർ യഥാർത്ഥത്തിൽ വ്യക്തികളായിരുന്നോ പ്രതീകങ്ങളാണോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, ആദത്തിന് 130 വയസ്സായിരുന്നപ്പോൾ അവന് തന്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു പുത്രൻ ജനിച്ചുവെന്ന്. ഈ 2 വചനത്തെയും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ മകനായി മകളായി സൃഷ്ടിച്ചു എന്ന് തന്നെയാണ്. സത്താപരമായി ഈശോ മിശിഹ മാത്രമാണ് ദൈവപുത്രൻ. മനുഷ്യരായ നാമെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവമക്കളുടെ സ്ഥാനത്തേക്കാണ്. അതിനാൽ തന്നെ ആദത്തിന്റെയും ഹവ്വായുടെയും വിവരണത്തിലെ ദൈവശാസ്ത്രം ഇതാണ്: ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പാപത്തിലൂടെ ദൈവമല്ലാത്തവയുടെ വാക്കുകേട്ട് പിന്നാലെ പോയതിലൂടെ പ്രപഞ്ചത്തിലെ ശക്തികളെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചതിലൂടെ ഈ ദൈവമക്കളുടെ സ്ഥാനം മനുഷ്യവർഗത്തിന് നഷ്ടമായി. ഈശോ മിശിഹായിലൂടെ ആ നഷ്ടമായ ദൈവമക്കളുടെ സ്ഥാനം മനുഷ്യവർഗത്തിന് വീണ്ടും കിട്ടി. ഇന്നും ആ രക്ഷ ഈശോ മിശിഹായുടെ ഭൗതിക ശരീരമായ തിരുസഭയിലൂടെ അവന് തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ശരീരം ധരിച്ച വചനത്തിന്റെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് മനുഷ്യ സൃഷ്ടിയുടെ രഹസ്യം നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 359-ാം നമ്പറിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ആദ്യത്തെ ആദം അവസാനത്തെ ആദമായ ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ ഒരു വിശ്വാസത്തിന്റെ കണ്ണിലൂടെ വേണം ഉൽപ്പത്തി പുസ്തകത്തെയും വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു പുസ്തകങ്ങളെ എല്ലാം നാം വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും. ഈ ഒരു വലിയ കൃപയ്ക്കായി പരിശുദ്ധ റൂഹ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.